ഈ വായനാ ദിനത്തിൽ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് കോഴിക്കോട് പന്നിയങ്കര GOP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും വിചാരിച്ചു. നാട്ടുകാർക്ക് കൂടി ഇക്കാര്യം ഉപകാരപ്പെടണം. അങ്ങനെയാണ് ബസ് സ്റ്റോപ്പിലെ വായനശാല എന്ന ഐഡിയ അവിടെ ഉടലെടുത്തത്. തെരുവോര വായനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ബുക്കുകൾ സ്വരൂപിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടമായി പ്രയത്നിച്ച് ഞങ്ങൾക്ക് കുറച്ച് ബുക്കുകളൊക്കെ ആദ്യം സ്വരൂപിച്ചു. പിന്നെ ഒരു ബോക്സ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ആ ബോക്സ് സുമംഗല ടീച്ചറുടെ ഹസ്ബൻഡ് ആണ് ഞങ്ങൾക്ക് സംഭാവനയായിട്ട് നൽകിയത്. പിന്നെ ഞങ്ങളത് ബസ് സ്റ്റോപ്പിൽ വെക്കുന്നതിന് മുന്നേ പൂർവ്വ വിദ്യാർത്ഥികളെ സമീപിച്ചു. പിന്നെ സ്കൂളിനോട് സമീപിച്ചുള്ള കച്ചവടക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങൾക്ക് ആ ബോക്സ് ബസ് സ്റ്റോപ്പിൽ ഫിറ്റ് ചെയ്തു തന്നത്. പിന്നെ പത്രങ്ങൾ നൽകിയത് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളാണ്. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ ഒരു യജ്ഞമാണ് ഈ പ്രവർത്തനത്തിൽ കാണുന്നത്. നയൻതാരയാണ് നമ്മുടെ കൂടെയുള്ളത്. നയൻതാര, ഈ വായനാ ദിനത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുക, നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. വായിക്കുക, അതിന്റെ ഒരു നിരൂപണം എഴുതുക, പത്രവായന, ക്വിസ് മത്സരങ്ങൾ നടത്തുക, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, കുട്ടികളുടെ അറിവിലേക്ക് വേണ്ടി ഏറ്റവും മികച്ച കാര്യങ്ങൾ തന്നെ. പക്ഷേ ഈ സംഭവം എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുകയാണ്. തീർച്ചയായും പൂജ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. പൂജ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ കടന്നെത്തിയവരാണ് നമ്മളെല്ലാവരും. ഈ ഒരു പരിപാടി, അതായത് പന്നിയങ്കര GOP സ്കൂള് വായനാ ദിനത്തിൽ തിരഞ്ഞെടുത്ത വ്യത്യസ്തമായ ഈ ഒരു പരിപാടി ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. വായന സ്കൂളിൽ മാത്രമല്ല, അല്ലെ വീട്ടിൽ മാത്രമല്ല, സമൂഹത്തിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ട, അല്ലെ സമൂഹത്തിനും വേണ്ടി, അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടി സ്കൂള് തന്നെ, അല്ലെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തന്നെ അങ്ങനെ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അതായത് സ്കൂളിന് മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പിലൊരു ബോക്സ്, ഞാനതിനെ ചുരുക്കി പറഞ്ഞാൽ പുസ്തകപ്പെട്ടി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പുസ്തകപ്പെട്ടി ഒരുക്കിയിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും വായിക്കാം. സ്കൂളിൻ്റെ സമയത്ത് മാത്രമായിരിക്കും ഈ പുസ്തകപ്പെട്ടി അവിടെ ഉണ്ടാവുക. അതായത് ലോക്ക് ചെയ്ത് വെക്കും. കാരണം നമുക്കറിയാം, സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് നശിപ്പിക്കാതിരിക്കുക, അവർ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ കുട്ടികളുടെ, അല്ലെ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഈ ഒരു വായന സമൂഹത്തിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പുസ്തകങ്ങൾ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, അല്ലെ കഥാപുസ്തകങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് കൊതിച്ചിരുന്നു. കാരണം സ്കൂളിൽ ലൈബ്രറി ഉണ്ട്, പുസ്തകങ്ങളും വളരെ കുറച്ചേ ഉണ്ടാവൂ. അത് ആഴ്ചയിൽ ഒരു ദിവസം എടുക്കും. അത് 2-3 ദിവസത്തിനുള്ളിൽ വായിച്ച് അവിടെ എത്തിക്കണം, ആ ലൈബ്രറിയിൽ എത്തിക്കണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതായത് ആ പുസ്തകം ചിലപ്പോൾ മുഴുവൻ വായിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് ഈ സ്കൂള് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ടും വായന വളർത്താൻ വേണ്ടി വലിയൊരു അവസരം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വലിയൊരു കയ്യടി കൂടി നൽകാം.